വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് നടൻ വിജയിയുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ട് ആരാധകർ ഉൾപ്പെടെ പറയുന്നത്. ജീവിതത്തിൽ നിർണായക ഘട്ടത്തിലാണ് വിജയ് ഇന്ന്. തൻ്റെ കാലങ്ങളായുള്ള സ്വപ്നമായ രാഷ്ട്രീയത്തിലേക്ക് വിജയ് ഇറങ്ങിക്കഴിഞ്ഞു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-നാണ്. കന്നി അംഗത്തിന് വിജയ് ഒരുങ്ങുമ്പോൾ അണികൾക്കുൾപ്പെടെ ആശങ്കയുണ്ട്. വിജയ്ക്ക് ഇതുവരെയുള്ളതിൽ ഏറ്റവും മോശം പ്രതിച്ഛായയാണ് ഇപ്പോൾ. ഭാര്യ സംഗീത വിവാഹമോചന ഹർജി നൽകിയത് ഈയടുത്താണ്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്നാണ് സംഗീതയുടെ ആരോപണം. ഈ നടി തൃഷയാണെന്ന വാദം ശക്തമാണ്. വിജയ്ക്കൊപ്പം തൃഷ ഇതിനിടെ ഒരു ചടങ്ങിനെത്തിയതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. ഇലക്ഷൻ അടുപ്പിച്ചുണ്ടായ ഈ സംഭവവികാസങ്ങളിൽ വിജയിയേക്കാൾ ആശങ്ക ഇപ്പോൾ അണികൾക്കാണ്. വിജയ്ക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും വിനയാകുന്ന സാഹചര്യമാണിപ്പോൾ. ഏപ്രിൽ 20-നാണ് സംഗീത നൽകിയ ഡിവോഴ്സ് ഹർജി കുടുംബ കോടതി പരിഗണിക്കുക. ഏപ്രിൽ 23-നാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ്. കോടതിയിൽ വിജയ് ഉന്നയിക്കുന്ന വാദങ്ങളും സംഗീതയുടെ വാദങ്ങളുമെല്ലാം ജനങ്ങളെ സ്വാധീനിച്ചേക്കും. ഈ രണ്ട് കടമ്പ കഴിഞ്ഞാൽ സംഭവവികാസങ്ങൾ തീരുന്നില്ല. മെയ് 4-ന് വോട്ടെണ്ണൽ. ഇതേ ദിവസമാണ് തൃഷയുടെ പിറന്നാൾ. ഇലക്ഷനിൽ തോറ്റാൽ പല അഭിപ്രായങ്ങൾ വരും. വിജയിയെ പ്രശ്നങ്ങൾക്കൊന്നും ബാധിക്കുന്നില്ലെങ്കിലും തൃഷ മാനസികമായി സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. സംവിധായകൻ ആലപ്പി അഷ്റഫ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം തൃഷ മാനസിക സമ്മർദ്ദം കാരണം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, അഭിനയം നിർത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. തൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ തീരുമാനങ്ങളിൽ നിന്നും മാറിയതെന്നും പറയപ്പെടുന്നെന്നാണ് ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞത്. കഴിഞ്ഞ വർഷം തൃഷ വല്ലാതെ മെലിഞ്ഞു പോയ സമയത്തും സോഷ്യൽ മീഡിയയിൽ മാനസിക സമ്മർദ്ദമാണോ എന്ന ചോദ്യങ്ങൾ വന്നിരുന്നു. വലിയ പ്രശ്നങ്ങളാണ് വിജയിയെക്കുറിച്ച് നാളുകളായി നേരിടുന്നത്. കാരൂർ ദുരന്തമുണ്ടാക്കിയ പ്രശ്നങ്ങൾ മാറുന്നതിന് മുമ്പ് ഭാര്യ സംഗീത വിവാഹമോചന കേസ് ഫയൽ ചെയ്തു. അതും ഒരു നടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച്. ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടിട്ടും വിജയ് പിന്നോട്ടില്ല. മകൻ ജേസൺ സഞ്ജയ് ഇതിനിടെ തൻ്റെ പേരിൽ നിന്നും വിജയിയുടെ പേര് നീക്കി. ജേസൺ സഞ്ജയ് എസ് എന്നാണ് ഇപ്പോൾ താരപുത്രൻ്റെ ഔദ്യോഗിക പേര്. എസ് എന്നത് സംഗീതയെ സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം വിജയിയും ജേസണും ഏറെക്കാലമായി അകൽച്ചയിലാണ്. ജേസൺ ആദ്യമായി സംവിധാനം ചെയ്ത സിഗ്മ എന്ന സിനിമ ഈ വർഷം റിലീസ് ചെയ്യും.